തലമുറ തലമുറയായി നമ്മുടെ സങ്കേതവും ബലവുമായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമം ഈ സന്ധിയിലും വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ചവനും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി പിതാവായ ദൈവത്തിന് വേണ്ടി നമ്മെ വിലയ്ക്ക് വാങ്ങിയവനുമായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ ഏവർക്കും അറിയിക്കുന്നു. കർത്താവായ യഹോവേ, നിന്റെ നാമം സർവഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കും. ആ ശ്രേഷ്ഠമേറിയ നാമത്തിൽ നമുക്ക് കൃപാസനത്തോടടുത്ത് വരുവാൻ ഇന്ന് രാത്രിയിലും ദൈവം ഭാഗ്യം നൽകി. ആയതിനായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. സമയം വിശേഷാൽ കണ്ടെത്തി കൂട്ടായ്മ ആചരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് സന്തോഷത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഒരുമിച്ചുള്ള കൂട്ടായ്മ ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം ഇന്നലെ വരെ പഠിച്ച കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നലെ നമ്മുടെ സമയം അവസാനിച്ചത് കൊണ്ട് വേഗത്തിൽ ഉപസംഹരിക്കുകയായിരുന്നുവല്ലോ. ദൂതന്മാരെ സൃഷ്ടിച്ചതിനെ പറ്റി ബൈബിൾ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? പ്രത്യേകാൽ എടുത്ത് ആ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ചില സൂചനകൾ ചിലർ വായിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ ഉണ്ട് എന്നല്ലാതെ ആ വിഷയത്തെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ അവതാരമല്ലെന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ മറന്നു. ഒരു വാക്കൊന്ന് പറഞ്ഞേക്കണം അതിനെ കുറിച്ച്. യേശുക്രിസ്തുവിന്റെ അവതാരം മറന്നുപോയതുകൊണ്ട്. ശരി ശരി ശരി. അവതാരം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് അവതാരങ്ങളുണ്ട്. ആയിരക്കണക്കിന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദശാവതാരം എന്ന് പറയുന്നത്. 10 അവതാരങ്ങൾ. അതായത് ദൈവം പല സൃഷ്ടികളുടെ രൂപത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അവതാരങ്ങളുടെ അർത്ഥം. അവതാരങ്ങൾ ഈ 10 ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലാതെ ധാരാളവും നൂറുകണക്കിനും ഉള്ളതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഓരോ അവതാരവും തന്നിൽ തന്നെ പൂർണ്ണത ഉള്ളതല്ല. എബ്രായ ലേഖനം 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത് പോലെ യേശുക്രിസ്തുവിനും അല്ലെങ്കിൽ ആണ്ടുതോറും പ്രായശ്ചിത്ത യാഗമായിട്ട് തീരേണ്ടിയിരുന്നു. എന്നാൽ യേശു അങ്ങനെയല്ല എന്ന് നാം എബ്രായർ 9-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിന്റെ 25-ാമത്തെ വാക്യമാണ്. എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. സ്തോത്രം. യേശുക്രിസ്തുവിന് ആണ്ടുതോറും
യാഗം കഴിക്കേണ്ട ആവശ്യമില്ല, യാഗമായിത്തീരേണ്ട ആവശ്യവുമില്ല. അവതാരങ്ങൾ ഒന്നും അവയിൽ തന്നെ പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെയും അവതാരങ്ങൾ വരേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മാവിന്, ദൈവത്തിന് അവതാരം എടുക്കേണ്ടതായി വരുന്നത്. ഓരോ അവതാരം ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് ഉദ്ദേശം നടന്നായിരുന്നെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവതാരങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പ്രധാന സംഗതികൾ. ഒന്ന്, ഏതെങ്കിലുമൊക്കെ സൃഷ്ടികളുടെ രൂപത്തിൽ സ്രഷ്ടാവ് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നാൽ യേശു കേവലം മനുഷ്യന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നില്ല. യേശു പൂർണ്ണമായും മനുഷ്യനായി ജഡമെടുക്കുകയായിരുന്നു. വെറും ഒരു പ്രത്യക്ഷതയായിരുന്നില്ല യേശുവിൻ്റെത്. കണ്ടവർക്കൊക്കെ അങ്ങനെ തോന്നുകയായിരുന്നില്ല യേശുവിൻ്റെത്. യേശുവിൻ്റെത് സാക്ഷാൽ ജഡ എടുത്ത ശരീരമായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുഞ്ഞായി, ഒരു ഭ്രൂണമായി ജനിച്ച് വളർന്ന് മരിച്ച് അടക്കപ്പെട്ടത്. അവതാരങ്ങളിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് അവതാരങ്ങളെല്ലാം പ്രാദേശികമാണ്, ലോക്കല, പ്രാദേശികമാണ്. അവതാരങ്ങളെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായോ ഭാഷാപരമായോ ജാതിപരമായോ ഒക്കെ പരിമിതപ്പെട്ടിരിക്കുന്നു. എന്നാൽ യേശു പ്രത്യക്ഷപ്പെട്ടത്, ക്രിസ്തു ജഡമെടുത്തത് ഏതെങ്കിലും പ്രാദേശികമായ ഒരു പ്രയോജനത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം അല്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും വേണ്ടിയായിരുന്നു, സാർവത്രികമായിരുന്നു. 3, അവതാരങ്ങളിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്ന മൂന്നാമത്തെ ഘടകം. ഈ പറഞ്ഞതുപോലെ അവതാരങ്ങൾ ഒന്നും അവയിൽ തന്നെ പൂർണ്ണരല്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും അവതരിക്കേണ്ടി വരുന്നു. എന്നാൽ യേശുവിനോ ആണ്ടുതോറും ജന്മമെടുക്കുകയോ ആണ്ടുതോറും ക്രൂശിക്കപ്പെടുകയോ ചെയ്യേണ്ടതില്ല. ഒരിക്കലായി മാത്രം യേശുക്രിസ്തു വന്നു, മരിച്ചു. യേശു എന്തുദ്ദേശത്തിനായിട്ട് വന്നുവോ, ഇനി അവതാരമെന്ന പദം തന്നെ അങ്ങ് കടമെടുക്കാം, യേശു എന്തുദ്ദേശത്തിനായിട്ട് അവതരിച്ചുവോ അത് ഇൻവെർട്ടഡ് കോമയിലാണ്. ആ ഉദ്ദേശം ആ ഒറ്റ വരവ് കൊണ്ട് നിവർത്തിച്ചു, സാധിച്ചു, പൂർത്തീകരിച്ചു. അപ്പോൾ പ്രധാനമായും ഈ 3 വ്യത്യാസങ്ങൾ അവതാരങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവിനുണ്ട്. ഇത് 3ഉം കൂടെ ക്രോഡീകരിച്ചു പറയുന്ന 3 പദങ്ങളാണ് നാം ഇന്നലെയും കണ്ടത്. യേശുക്രിസ്തുവിന്റെ ജഡധാരണവും ക്രൂശുമരണവും, അതിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. യേശു ഒരിക്കലായി വരികയും മരിക്കുകയും ചെയ്തു. എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു. എന്നിട്ടോ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കുകയും ചെയ്തു. വൺസ് ഫോർ ഓൾ ആൻഡ് ഫോർ എവർ. ഒരിക്കലായി മരിച്ചു, എല്ലാവർക്കും വേണ്ടി മരിച്ചു,
എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്തോത്രം. ഇപ്പോൾ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 9-ാമത്തെ തന്നെ അധ്യായം, അതിലെ 11 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. 11ഉം 12ഉം വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു ഒരിക്കലായി, ഓൺലി ഫോർ വൺസ്, ഒരിക്കലായി. അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. 2, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നേക്കുമുള്ള, ഫോർ എവർ, എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്തോത്രം. ഇനിയും 2 കൊരിന്ത്യർ, 2 Corinthians 5:14 and 15, 5:14-15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. എല്ലാവർക്കും വേണ്ടി, ഫോർ ഓൾ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അഗൈൻ, എല്ലാവർക്കും വേണ്ടി മരിച്ചു. എന്നാൽ ഈ 3 വിശേഷതകളും ഇല്ലാത്തവകളാണ് അവതാരങ്ങൾ. അവതാരങ്ങൾക്കില്ലാത്ത ഈ 3 വിശേഷതകളും നമ്മുടെ കർത്താവിൽ ഉണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ ഒരു അവതാരം എന്ന് ആരും കാണരുതെന്ന് പറഞ്ഞത്. പക്ഷേ ക്രൈസ്തവ ലോകത്തിലെ അഗ്രഗണ്യന്മാരായ മഹാകവി KV സൈമൺ സാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ, ME ചെറിയാൻ സാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ പാട്ടുകളിൽ അവതരിച്ചു എന്ന പദം ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ആ പാട്ടുകൾ വളരെ അർത്ഥവത്താണ്. പക്ഷെ ഈ വാക്ക് ഉപയോഗിക്കാതെ ആ പാട്ടുകൾ പാടാൻ നമുക്കൊട്ട് കഴിയുകയുമില്ല എന്ന ഒരു ധർമ്മസങ്കടമുണ്ട്. പക്ഷെ പാട്ടുകളിൽ ഈ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും വേണ്ടി, പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കുന്നതിനും വേണ്ടി ഈ കാര്യം ഓർപ്പിച്ചു വന്നേ ഉള്ളൂ. ഇതാണ് യേശുവിനെ അവതാരം എന്ന് പറയരുത് എന്നുള്ളതിന്റെ ഒരു ഹ്രസ്വ വിശദീകരണം. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു, അതാണ് യേശു ക്രിസ്തു എന്ന് പറയല്ലോ. നമുക്ക് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ് യേശു ക്രിസ്തു. അവതരിച്ചതല്ല, യേശു അവതാരമല്ല. അവതാരത്തിന്റെ കുറവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അവതാരം ഒരിക്കലും പൂർണ്ണമല്ല. യേശുവിന്റെ മാനവ ജനനം, ജഡധാരണം പൂർണ്ണമായിരുന്നു. 2, അവതാരങ്ങൾ അങ്ങനെ കാണപ്പെടുക മാത്രമാണ് ചെയ്യുക. എന്നാൽ യേശു മനുഷ്യനായി കാണപ്പെടുകയായിരുന്നില്ല. യേശു സാക്ഷാൽ മനുഷ്യനായി പിറക്കുകയായിരുന്നു. അതുകൊണ്ട് അവതരിച്ചു എന്ന പദം ക്രിസ്തുവിന് യോജ്യമല്ല. ബൈബിളിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പറഞ്ഞും പാടിയും പഠിച്ചത് അവതരിച്ചു എന്നാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എന്നാൽ ബൈബിൾ പറയുന്നത് ജഡമെടുത്തു എന്നാണ്. വചനം ജഡമായി തീർന്നു. ഈ ഉപദേശം
അവതാരം എന്ന യേശു മനുഷ്യനായി കാണപ്പെട്ടു എന്ന ഉപദേശം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനെയാണ് യോഹന്നാൻ ഖണ്ഡിച്ചത്. അതാണ് യോഹന്നാൻ 1:1 പറഞ്ഞതും 14 പറയുന്നതും. അവൻ ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. തോന്നിയതല്ല. അതുപോലെ 1 യോഹന്നാൻ 1:1 തൊട്ട് സ്തോത്രം, യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ ജീവന്റെ വചനത്തെ എന്ത് ചെയ്തു? കേട്ടു, സ്വന്തം കൈ കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ കൈ തൊട്ടു. തോന്നലായിരുന്നില്ല. സാക്ഷാൽ അക്ഷരീയമായി ജഡം എടുത്തവനായിരുന്നു ക്രിസ്തു. മുസ്ലിം ലോകവും അതാണല്ലോ പറയുന്നത്, യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. യേശു ഒരു ഫാൻറ്റമായിരുന്നു, ഒരാത്മാവ്, ഒരു രൂപം, പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒന്ന്. എന്നാൽ ബൈബിൾ പറയുന്നു, അല്ല, യേശു സാക്ഷാൽ ജഡമെടുത്തവനായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ കണ്ടു, കേട്ടു, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടു. ആ യേശുവിനെ ക്രൂശിച്ചു. ഇത് വരുംകാല നിത്യതയിൽ പോലും ആരും ഖണ്ഡിക്കാതിരിക്കുവാനും കൂടെയാണ് യേശുവിൻ്റെ പഞ്ചമുറിവുകൾ ഇന്നും നിത്യതയോളവും നിലനിൽക്കുന്നത്. യേശുവിൻ്റെ 2 കൈകളിലും 2 കാൽപാദങ്ങളിലും വിലാപ്പുറത്തും 5 മുറിവുകൾ. പഞ്ചമുറിവേറ്റ നാഥൻ എന്ന് നമ്മൾ പാട്ടുപാടുന്നത് പോലെ 5 ഗായങ്ങൾ വഴിയായി പാഞ്ഞ തിരുരക്തമേ എന്ന് തിരുവത്താഴത്തിന് പാടുന്നത്. സ്തോത്രം. അപ്പൊ ഇത് അക്ഷരീയമായി സംഭവിച്ചതാണ്. എന്നാൽ അവതാരങ്ങൾ അങ്ങനെ അല്ല, അവ കാണപ്പെടുകയാണ്. പലതും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് അപ്രത്യക്ഷമായി. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു യേശുക്രിസ്തുവിന്റെ ജനനവും വളർച്ചയും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം. സ്തോത്രം. I have one doubt, Pastor. See, Jesus 30 വയസ്സ് വരെ ജീവിച്ചു, 3.5 വർഷം സുവിശേഷിച്ചു, 33.5 വർഷം കഴിഞ്ഞിട്ടും മരിച്ചു. Then I see Romane ക്രിസ്ത്യാനികൾ every year they are celebrating Christmas. കർത്താവ് ജനിച്ച ദിവസം. അത് എങ്ങനെ അല്ലെന്ന് പറയാൻ ഖണ്ഡിക്കാൻ പറ്റും നമുക്ക്? ജനിച്ചു ബൈബിളിൽ വല്ല ദിവസവും തീയതിയും പറഞ്ഞിട്ടുണ്ടോ? അല്ല, നമ്മൾ പറയുന്നുണ്ടല്ലോ 33.5 വയസ്സില് കർത്താവ് മരിച്ചു എന്ന്, ക്രൂശിക്കപ്പെട്ടു,
എന്ന് പറയുന്നു. ചോദ്യം എന്തുവാ? 33-ാമത്തെ വയസ്സിൽ ക്രൂശിക്കപ്പെട്ടു. മീൻസ് ഏജ് പറയുന്നത് ഈ ജീസസിന്റെ 33.5 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചു. ചോദ്യം പറ. Now ഈ നോർമൽ ക്രിസ്ത്യാനികൾ സെലിബ്രേറ്റിംഗ് ക്രിസ്മസ് എവറി ഇയർ. അപ്പോഴും ആ 33.5 വയസ്സ് വരെ മരിച്ചെങ്കിലും സപ്പോസ് കറണ്ടിൽ വരുമ്പോഴത്തേക്ക് ഓരോ ഇയർ അവരുടെ വയസ്സ് കൂടുന്ന ഇയർലി ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് തെറ്റുണ്ടോ? രാജീവ്രതനെ സെലിബ്രേറ്റ് ചെയ്യണോ? എനിക്ക് വേണ്ട. ബട്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ബൈബിളിലുണ്ടോ യേശുവിന്റെ? പിന്നെ എങ്ങനെ നമ്മൾ 33.5 വയസ്സിൽ ഇതിന്റെ ഉത്തരം പറ. ഇല്ല. ബൈബിളിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ? ഇല്ല. ബൈബിളിൽ ദിവസങ്ങളും കാലങ്ങളും ആണ്ടുകളും ആഘോഷിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. ആഘോഷിക്കരുത് എന്ന നിർദ്ദേശമുണ്ടോ? ഉണ്ട്. അപ്പോൾ പിന്നെ ഉത്തരം കിട്ടിയല്ലോ. ആഘോഷിക്കുന്നത് ശരിയോ തെറ്റോ എന്ന്. ഇനിയും രണ്ട്. ഈ 30-ാമത്തെ വയസ്സിലാണ് യേശു സ്നാനമേറ്റതെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്. 30-ാമത്തെ വയസ്സിലാണ് യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം ഏറ്റത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു. അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷ 30-ാമത്തെ വയസ്സിലാണ് തുടങ്ങിയതെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അതിനുശേഷം 3 പെസഹ യേശു ആചരിച്ചതായിട്ടും സുവിശേഷ ഗ്രന്ഥങ്ങൾ വെളിപ്പെടുത്തുന്നു. 3 പെസഹ യേശു ആചരിച്ചതായിട്ട്. 3 പെസഹ ആചരിക്കണമെങ്കിൽ എത്ര വർഷം? കമോൺ പ്ലീസ്, ആരെങ്കിലും പറഞ്ഞു? രാജീവ്രതന് പറഞ്ഞില്ലേ? 1 വർഷം 1 പെസഹായ ഉള്ളല്ലോ. 3 വർഷം. 1 വർഷം 1 പെസഹായ ഉള്ളത് കൊണ്ട് 3 പെസഹ യേശു ആചരിച്ചെങ്കിൽ 3 വർഷം. അപ്പോൾ 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ് കഴിഞ്ഞ് 3 പെസഹ ആചരിച്ചെങ്കിൽ 3 വർഷം. എത്ര വയസ്സായി? 33. 3 വർഷം വേണമെന്ന് നിർബന്ധമില്ല, 2 വർഷം കഴിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് 33.5 എന്ന് ബൈബിളിൽ രേഖയില്ലെന്ന് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. 3 years പ്ലസ് 3 വർഷം. ചിലപ്പോൾ 6 മാസമാകാം, ചിലപ്പോൾ 1 മാസമാകാം. നമ്മുടെ പ്രസംഗകരുടെ ഭാഷയാണ് 3.5 വർഷമെന്ന്. ബൈബിൾ അത് പറയുന്നില്ല. 3 പെസഹ ആചരിച്ചത് കൊണ്ട് അതിനെ 3 വർഷമായിട്ട് പരിഗണിക്കുന്നു. ആ പെസഹായോട് അടുത്ത സമയത്തെങ്ങാണമായിരുന്നു യേശുവിന്റെ സ്നാനമെങ്കിൽ 3 വർഷവും തികയണ്ട. കുട്ടിയങ്ങൾ പറഞ്ഞതുപോലെ 3 വർഷവും തികയണമെന്നില്ല. എന്നാൽ നമ്മൾ അതങ്ങ് കണക്കാക്കുക 3 വർഷം. അപ്പോൾ ഇത് പ്രസംഗകരുടെ ഭാഷയാണിത്. പ്രസംഗക ഭാഷയും പാട്ടുകളും ഉപദേശങ്ങളായിട്ട് ആരും സ്വീകരിക്കരുത്. ഇത് നമ്മുടെ ഒരു പെശക. വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ, ബൈബിൾ എങ്ങനെ പറയുന്നുവോ എന്ന് ഉറപ്പാക്കണം. എത്ര പ്രശസ്തനായ ആൾ പ്രസംഗിച്ചാലും, എത്ര വലിയ സഭാ നേതാവ് പ്രസംഗിച്ചാലും പഠിപ്പിച്ചാലും ബൈബിളിൽ ഇല്ലാത്തതാണെങ്കിൽ അതൊന്നും ഉപദേശമാക്കരുത്. അപ്പൊ 30-ാമത്തെ വയസ്സിൽ യേശു സ്നാനമേറ്റു. സ്നാനമേറ്റതിന് ശേഷം ശുശ്രൂഷ ആരംഭിച്ചു. 3 പെസഹ യേശു ആചരിച്ചു. അതുകൊണ്ട് അത് 3 വർഷമായി പരിഗണിക്കുന്നു. അപ്പോൾ 30ഉം 3ഉം 33. പിന്നെ അതിൽ ഒരുപക്ഷെ ആ പെസഹയ്ക്ക് കുറെ നാളിന് മുമ്പായിരിക്കും സ്നാനമേറ്റത് യേശു. അതുകൊണ്ട് അവിടുത്തെ കുറെ മാസങ്ങളും കൂടെ ഇവിടെ. ഏതായാലും 33 പ്ലസ് എന്നൊരു പക്ഷേ നമുക്ക് സ്വീകരിക്കാമെന്നേ ഉള്ളൂ. അത് തിരുവെഴുത്ത് പറയുന്ന കാര്യമാണ്.
പിന്നെ ഈ 33.5 വർഷമെന്നോ 33 വയസ്സെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. തിരുവഴുത്ത് ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഇതിനേക്കാളൊക്കെ എത്രയോ കാതലായ കാര്യങ്ങൾ കിടക്കുന്നു. സ്തോത്രം. ഇനി ഒരാൾ പറയാ യേശു ജനിച്ചത് AD 1 നമുക്കൊരു പ്രശ്നവും ഇല്ല. BC 4 നമുക്കൊരു പ്രശ്നവും ഇല്ല. യേശു ജനിച്ചോ? നമുക്കതേ ഉള്ള വിഷയം. AD 30 മരിച്ചു ആയിക്കോട്ടെ, അല്ല 31 ആയിക്കോട്ടെ, 33 നമുക്ക് വർഷവും ദിവസവും ഒരു വിഷയമല്ല. ക്രിസ്തു ജനിച്ചു, ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ 3 സംഗതികളാണ് നമുക്ക് പ്രധാനം. സ്തോത്രം. ഓക്കെ, നമ്മുടെ വിഷയം വിട്ടുപോകരുത്. താങ്ക് യു പാസ്റ്റർ. ഇറ്റ്സ് ഓക്കെ. ഈ ഈ ഗീതം പഞ്ചമുറികളുടെ ഇത് നിത്യത മുഴുവൻ ഉണ്ടാവും എന്നുള്ളതിന്റെ മുമ്പ് സംസാരിച്ചിരുന്നെങ്കിൽ ആ റെഫറൻസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 5-ാമത്തെ അധ്യായം, വെളിപ്പാട് 5-ാമത്തെ അധ്യായം, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ തെളിവാണ്. വെളിപ്പാട് 1:7 യേശു മേഘാരൂഢനായി ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുവിനെ തിരിച്ചറിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? യേശുവിന്റെ മുറിവുകൾ. അതാണ് യോഹന്നാൻ 19:30 പറയുന്നത്. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന് സഖരിയാവ് പ്രവചിച്ച പ്രവചനം പൂർത്തിയാകുവാൻ അവൻ മരിച്ചു കഴിഞ്ഞിട്ടും അവർ അവനെ കുത്തി വിലാപ്പുറം തുറന്നു തുളച്ചു. ഈ ഭാഷ ഗീതം ഗീതം ജയ ജയ ഗീതം എന്നുള്ള പാട്ട് രമേശറിയാൻ സാറ് പറഞ്ഞിട്ടുണ്ട് നരനായി അവതരിച്ചെന്ന്. ഞങ്ങൾ അതന്നെ ഒത്തിരി പാട്ടുകളിലുണ്ട്. ഞാനും പ്രധാനമായോണ്ട് ഒത്തിരി പാട്ട് പാടിയതാണെന്നറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി സൈമൺ സാറോ ഉണ്ണോണ്ണി സാറോ എമ്മി ചെറിയാൻ സാറോ ഇനി ആര് പൗലോസ് തന്നെ ആയാലും ഇവരാരെങ്കിലും വല്ലതും പറഞ്ഞെന്നും പറഞ്ഞ് ഉപദേശമായിട്ട് സ്വീകരിക്കരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. സ്തോത്രം. ശരി, നമുക്ക് മടങ്ങി വെളിപ്പാട് 5-ാം അധ്യായത്തിലേക്ക് വരാം. നാം അവിടെ കണ്ടുകൊണ്ടിരുന്നത് 4 ജീവികളും 24 മൂപ്പന്മാരും യേശുവിനെ പാടി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വണങ്ങുന്നു, നമസ്കരിക്കുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു. സ്തോത്രം. സാഷ്ടാംഗം പ്രണമിക്കുന്നു. അതിൽ നാം ഏറ്റവും ഒടുവിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഓർമ്മ കാണുമല്ലോ, കുഞ്ഞാടിന്റെ മരണം കൊണ്ട് എന്ത് സാധിച്ചു എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ക്രൂസിഫിക്ഷൻ? ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന്റെ മരണം കൊണ്ടുണ്ടായ നേട്ടമെന്ത്, ഫലം എന്ത്? നാം അതേപ്പറ്റി കണ്ടത് redeemed us, ransomed us. മലയാളത്തിൽ വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങുക, മറുവില നൽകുക, വീണ്ടെടുക്കുക എന്നൊക്കെയുള്ള ആശയം. അപ്പോൾ യേശുവിന്റെ ക്രൂശ് മരണത്താൽ ലോകത്തിനുണ്ടായ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനമാണ് വീണ്ടെടുപ്പ്. ബൈബിളിലെ തന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. രക്ഷ എന്ന വിഷയം, സാൽവേഷൻ എന്ന വിഷയമാണ് ബൈബിൾ ഏറ്റവും കൂടുതൽ പറയുന്ന പദം. സാൽവേഷൻ ബൈബിളിന്റെ അന്തസത്ത റിഡംഷൻ എന്ന വിഷയമാണ്. അതിന്റെ അർത്ഥം നാം ഇന്നലെ കണ്ടു. അന്യാധീനപ്പെട്ടു പോയ ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ വില കൊടുത്ത് തിരികെ വാങ്ങി യഥാർത്ഥ ഉടമസ്ഥന് ലഭ്യമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു പ്രക്രിയയാണ്. ഇതാണ് വീണ്ടെടുപ്പ്. അപ്പോൾ നമ്മൾ മനുഷ്യർ ആരുടെ വക? സ്രഷ്ടാവായ ദൈവത്തിന്റെ വക. പക്ഷേ പാപം നിമിത്തം നാം അന്യാധീനപ്പെട്ടു പോയി. നമ്മൾ പണ്ട് ചിന്തിച്ച ഒരു കാര്യം ആവർത്തിച്ചു പറയട്ടെ. ഇംഗ്ലീഷിൽ പറഞ്ഞാലാണ് അത് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാകുന്നത്. We were lost and God was the loser. നഷ്ടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നഷ്ടം സഹിക്കുന്ന വ്യക്തിയുമുണ്ട്, നഷ്ടപ്പെടുന്നവരുമുണ്ട്. അതിൽ നാം അഥവാ മനുഷ്യൻ നഷ്ടപ്പെട്ടവൻ, ലോസ്റ്റ് ആയിരുന്നു. ആർക്കാണ് നഷ്ടമുണ്ടായത്? ദൈവത്തിന്. അതുകൊണ്ട് ദൈവത്തെ ലൂസർ എന്ന് പറയാം. ദൈവത്തെ ലൂസർ എന്ന് ഇവിടെ പറയുന്നത് നെഗറ്റീവ് അർത്ഥത്തിൽ ആരും എടുക്കരുത്. അവനൊരു ലൂസറാ, അവനൊരു പരാജയമാണ്. ആ അർത്ഥമല്ല ഇവിടുത്തെ ലൂസർ. നഷ്ടമുണ്ടായ ആൾ എന്നർത്ഥമാണ്. ദൈവത്തിന്റെ സ്വന്തമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിൻ്റെത് അല്ലാതെയായിത്തീരുന്നു. ആ അർത്ഥത്തിലാണ് ഇവിടെ ലൂസർ എന്ന് പറയുന്നത്. നഷ്ടം സഹിച്ചയാൾ. നമ്മൾ മനുഷ്യർ നഷ്ടപ്പെട്ടവരും ദൈവം നഷ്ടമേറ്റവനും. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തമായിരുന്ന നാം ദൈവത്തിൻ്റെത് അല്ലാതെയായി മാറി. മക്കളായിരുന്ന നാം മറ്റാർക്കോ മറ്റെന്തിനോ അടിമകളായി മാറി. അവകാശികളായിരുന്ന നാം വിൽക്കപ്പെട്ടവരായി പോയി. We were the heirs of God, but because of sin, we were sold out. We were the descendants, children of God, but we became slaves of someone else. We were God's own, but we were lost to someone else. ഇങ്ങനെ നാം ദൈവത്തിന്റെ അവകാശത്തിൽ നിന്നും അകന്നുപോയി. ദൈവം ഇല്ലാത്തവരായി. ഇന്നലെ നമ്മൾ കണ്ടല്ലോ പത്രോസ് പറയുന്നത്, ഇടയൻ ഇല്ലാത്ത ആടുകളായി. മറ്റ് ഉടമസ്ഥരല്ലാത്ത
ആർക്കൊക്കെയോ അടിമകളായി നാം പോയിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ എന്ത് സാധ്യമായി? നാം നമ്മുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. നഷ്ടപ്പെട്ടവരായിരുന്ന നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. പിണങ്ങിപ്പോയി ശത്രുതയിൽ കഴിഞ്ഞിരുന്ന നമ്മെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം ക്രൂശിന്റെ ഫലമാണ്, ക്രൂശിന്റെ നേട്ടമാണ്. അങ്ങനെ ക്രൂശിന്റെ ഒത്തിരി നേട്ടങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോയാൽ നമ്മുടെ വിഷയം മുൻപോട്ട് പോകത്തില്ലാത്തത് കൊണ്ട് അത് നിങ്ങളുടെ സ്വയപഠനത്തിന് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് മാത്രം നിൽക്കുന്നു. നമ്മെ വിലയ്ക്ക് വാങ്ങി, redeemed, ransomed, purchased എന്നൊക്കെ നാം കാണുന്നു. സ്തോത്രം. പൗലോസും മാസ്റ്റർ ഒരു ചോദ്യം ഇവിടെ, റാൻസം വില സാത്താൻ കൊടുത്തെന്ന് പറയുന്നുണ്ടല്ലോ ചിലർക്ക്. ആര് എവിടെ പറയുന്നു സാത്താന് കൊടുത്തു എന്ന്? ബൈബിളിലല്ല, ഓരോരുത്തർ പറയുന്നു സാത്താനെ അടിമയായിരുന്നു, അവനിൽ നിന്ന് വില കൊടുത്ത് വാങ്ങി പിതാവിനെ ഏൽപ്പിച്ചു എന്നാണല്ലോ ചിലരൊക്കെ പറയുന്നത്. അതേപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ പറഞ്ഞേക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ച എബ്രായ ലേഖനം, സ്തോത്രം, എബ്രായ ലേഖനം 9:13 വാക്യം, 13-14, ഹീബ്രൂസ് 9:13-14. ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന ഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എങ്കിൽ, അടുത്ത വാക്യം ശ്രദ്ധിച്ചോണേ, 14 വാക്യം ശ്രദ്ധിച്ചോണേ, എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. 14 തുടക്കം ഒന്നും കൂടെ വായിച്ചോളൂ സുജയ്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. മതി. യേശു തന്നെത്താൻ അല്ലെങ്കിൽ തൻ്റെ രക്തം ആർക്കാണ് സമർപ്പിച്ചത്, അർപ്പിച്ചത്? വ്യക്തമായി എഴുതിയിരിക്കുന്നു, ദൈവത്തിന്. ദൈവത്തിന്. 11-12 കൂടെ വായിച്ചാട്ടെ, രണ്ടാമത്തെ തെളിവ്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. യേശു തൻ്റെ രക്തം മറുവിലയായി, ഒന്ന് ഭാവന കണ്ടോളൂ, മഹാപുരോഹിതന്മാരെ പോലെ തളികകളിൽ അല്ലെങ്കിൽ കലശങ്ങളിൽ എടുത്തുകൊണ്ട് എവിടേക്ക് പ്രവേശിച്ചു? വിശുദ്ധ മന്ദിരത്തിലേക്ക്. വിശുദ്ധ മന്ദിരം എന്ന് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം അതിവിശുദ്ധ സ്ഥലത്തേക്ക്, കൃപാസനത്തിങ്കിലേക്ക്, മെഴ്സി സീറ്റ്. ആരാ കൃപാസനത്തിങ്കൽ ഇരിക്കുന്നത്? സാത്താനാണോ ദൈവമാണോ? പിതാവായ ദൈവം. പ്രൈസ് ഗാഡ്. സ്തോത്രം. അപ്പോൾ അവിടെയും നാം കാണുന്നു, വിശുദ്ധ മന്ദിരത്തിലാണ് യേശു തൻ്റെ രക്തം അർപ്പിക്കുന്നത്. വിശുദ്ധ മന്ദിരം, കൃപാസനം,
ദൈവത്തിന്റെ സാന്നിധ്യം. ഒരു വാക്യം കൂടെ വായിച്ച ഭാഗം നിർത്താം. എഫേസ് ലേഖനം 5:2 അല്ലെങ്കിൽ 1-2 ചേർത്തങ്ങ് വായിച്ചു. എഫേഷ്യൻസ് 5:1-2. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. മതി. അവിടെയും വ്യക്തമാക്കുന്നു, ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തന്നെ താൻ സൗരഭ്യവാസനയായ യാഗമായി ആർക്ക് സമർപ്പിച്ചു? അല്ലെങ്കിൽ ആർക്ക് തന്നെ ഏൽപ്പിച്ചു? ദൈവത്തിന്. ഇവിടെ എല്ലാം വ്യക്തമാക്കുന്നത് യേശു മറുവിലയായി നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില കൊടുത്തത് അല്ലെങ്കിൽ ആരുടെ സന്നിധിയിലാണ് അർപ്പിച്ചത്? പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലാണ്. സാത്താനായിരുന്നു യേശു തന്റെ രക്തം കൊടുത്തതെങ്കിൽ അവിടെ ജയിക്കുന്നത് ആരായിരുന്നേനെ? സാത്താൻ. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞൊരു ഉദാഹരണമാണ്. ചിലർക്കൊക്കെ ഓർമ്മ കാണും അത്. നമ്മുടെ കുട്ടിയങ്ങളിൻ്റെയൊക്കെ ചർച്ചിൽ, മത്തിക്കുട്ടിയങ്ങളിൻ്റെയൊക്കെ ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഞങ്ങള് ചർച്ചിന്റെ ഗേറ്റ് തുറന്നകത്ത് വന്നപ്പോൾ ഒരു വല്ലാത്ത ശബ്ദം. ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, പരിചയമില്ലാത്ത വല്ലാത്തൊരു ശബ്ദം. സ്കൂട്ടർ പിന്നെയും സ്റ്റാർട്ടാക്കി അതിന്റെ ഹാൻഡിൽ തിരിച്ച് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ഒരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങുക. ആ തവളയുടെ പുറകിലത്തെ 2 കാലും പാമ്പിന്റെ വായിലാണ്, ബാക്കി ഭാഗം വെളിയിലും. അതിങ്ങനെ പ്രാണവേദനയിൽ അലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ പാമ്പിന് പാലും പഴവും അല്ലെങ്കിൽ ഒരു എലിയെ ഓഫർ ചെയ്ത് കാണും? ഇല്ല. ഞാൻ പോയി ലൈറ്റ് ഇട്ടു, എന്നിട്ട് നല്ല ഒരു വടി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ മുഴു ശക്തിയോടെയും ആ പാമ്പിനെ അടിച്ചു. പാമ്പിന് പ്രഹരമേറ്റപ്പോൾ അതിൻ്റെ വായിലിരുന്ന തവള ചാടിപ്പോയി, പാമ്പും പ്രാണവേദനയിലായി. ഇത് ചെറിയൊരു ദൃഷ്ടാന്തം മാത്രം. പഴയ പാമ്പായ പിശാച്, മഹാസർപ്പം, നമ്മുടെ പാപം നിമിത്തം നമ്മെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാം പാപത്തിന്റെയും പിശാചിന്റെയും ഒക്കെ അടിമത്വത്തിൽ കിടന്ന് വലഞ്ഞ് നിലവിളിച്ചു. നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരനായിട്ട് വന്നു, നമുക്ക് മറുവില ആയിട്ട് തൻ്റെ ജീവൻ നൽകി. ഈ പറഞ്ഞ ഉദാഹരണത്തിലേതുപോലെ തൻ്റെ രക്തവുമായിട്ട് വന്ന് സാത്താനെ അവരെ അങ്ങ് വിട്, ഇന്ന് എൻ്റെ ചോര കുടിച്ചോ എന്നും പറഞ്ഞല്ല ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത്. പകരം കൊലോസ്യർ 2:14-15 വാക്യങ്ങളിൽ നാം കാണുന്നത് പോലെ ശ്രീയേശുനാമം അതിശയനാമം എന്ന പാട്ടിൽ, എനിക്കൊന്ന് പിന്നീട് ആരും എഴുതി ചേർത്തതാണോ എന്നറിയില്ല, വാനം ഭൂമി ഏവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം, വാനിലും ഭൂവിലുമുള്ള എല്ലാ അധികാരത്തെയും
ആയുധം വയ്പ്പിച്ച നാമം. പൗലോസ് അതാണ് കൊലോസ്യർ 2:15 പറയുന്നത്. ക്രൂശിൽ പിശാചിന് മറുവില കൊടുക്കുകയായിരുന്നില്ല, പകരം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയതിലൂടെ പിശാചിന് നമ്മുടെ മേലുണ്ടായിരുന്ന അവകാശം ഇല്ലാതാക്കി അവന്റെ മുഴുവൻ ആയുധങ്ങളും ക്രൂശിൽ വയ്പ്പിച്ച് അവനെ പരസ്യ കാഴ്ചയാക്കി സകല പൈശാചിക ശക്തികളിന്മേലും യേശു ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. സ്തോത്രം. വളരെ പേർ തെറ്റായി ചിന്തിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്കിൾ ഉന്നയിച്ചത്. വീണ്ടെടുപ്പിന്റെ വില യേശു നൽകിയത് പിശാചിനല്ലേ? കാരണം നമ്മുടെ സാധാരണ ചിന്തയിൽ പിശാചിന് നമ്മൾ അടിമകൾ ആയിരുന്നു. അപ്പോൾ നമ്മെ അടിമപ്പെടുത്തിയിരുന്നയാൾക്കല്ലേ വില കൊടുത്തിട്ട് വാങ്ങേണ്ടത് എന്ന ഒരു സാധാരണ കമ്പോളത്തിലെ ചിന്തയാണ് അങ്ങനെ ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കാറ്. എന്നാൽ എങ്ങനെയാണ് നാം ഈ പിശാചിന് അടിമകളായി തീർന്നത്? അഥവാ പിശാചിന് എങ്ങനെയാണ് നമ്മുടെ മേൽ അവകാശം സിദ്ധിച്ചത്? പിശാച് വന്ന് നമ്മുടെ മേൽ അവകാശം സ്ഥാപിക്കുകയായിരുന്നു? അല്ല. നമ്മൾ സ്വയം ഞാൻ ഇനി നിനക്കടിമയാണെന്നും പറഞ്ഞ് സാത്താന്റെ കർത്തൃത്വം സ്വീകരിക്കുകയായിരുന്നുവോ? അല്ല. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ ആ ദൈവം തന്നെ നമ്മെ എന്ത് ചെയ്യുകയായിരുന്നു? ഇവകൾക്കൊക്കെ അടിമകളാക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ നാം പാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമത്വത്തിലേക്ക് പോയപ്പോഴും അവിടുത്തെ സർവാധിപത്യം, അവിടുത്തെ പരമാധികാരം ആർക്ക് തന്നെ? ദൈവത്തിന് തന്നെയായിരുന്നു. ആ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയാണ്, ദൈവത്തിൻ്റെ നീതിയുള്ള ചട്ടമാണ്, ദൈവത്തിൻ്റെ നീതിയുള്ള വ്യവസ്ഥയാണ് പാപം നിമിത്തം നമ്മെ ഇവയുടെയൊക്കെ അടിമത്വത്തിലേക്ക് തള്ളിവിട്ടത്. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശു ക്രൂശ് മരണത്താൽ, യേശു മറുവില അർപ്പിച്ചതിലൂടെ ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് നിവർത്തിച്ചത് അഥവാ തൃപ്തിപ്പെടുത്തിയത്? ദൈവത്തെ തന്നെ. സ്തോത്രം. ദൈവത്തിന്റെ വിഭോജനമില്ലെന്നുള്ള ആ നിയമത്തെ, ദൈവത്തിന്റെ നിയമത്തെ, ദൈവത്തിന്റെ നീതിയെ, the justice of God or the rightful statutes of God. സ്തോത്രം. ദൈവത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. കൊലോഷ്യൻസ് 2:14. കൊലോസ്യർ 2:14. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ അവിടെ നിർത്തി വായിക്കുന്നേ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്
ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ഇപ്പോൾ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കൈയെഴുത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതിക്രമങ്ങൾ ആഹാ, ചട്ടങ്ങളാൽ ചട്ടം, സ്റ്റാറ്റ്യൂട്ട്സ്. ദൈവത്തിന്റെ നീതിയുള്ള വിധിയായിരുന്നു അത്. ദൈവത്തിന്റെ ചട്ടമായിരുന്നു. ന്യായപ്രമാണത്തിന്, ലോ, സ്റ്റാറ്റ്യൂട്ട്സ്, ദൈവത്തിന്റെ നിയമം അനുസരിച്ചാണ് മനുഷ്യൻ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്ന് മറ്റുള്ളവയ്ക്കൊക്കെ അടിമകളായത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സ്രഷ്ടാവിൽ നിന്ന് നാം കൽപ്പനാ ലംഘനം, അനുസരണക്കേട്, അവിശ്വസ്തത നിമിത്തം അകന്നപ്പോൾ സൃഷ്ടികൾക്ക് അടിമകളായി മാറി. നമ്മെ അവയ്ക്കൊക്കെ അടിമകളാക്കിയ ഘടകം എന്താണ്? ദൈവത്തിന്റെ ചട്ടങ്ങളാണ്. The righteous statutes of God made the disobedient, rebellious, unfaithful humanity loyal and slaves to the creations. And therefore, to activate our deliverance, our liberation, what had to be done? God's law had to be satisfied. The righteous statutes of God had to be satisfied by fulfilling the righteous demands of God. സ്തോത്രം. മനസ്സിലായോ? ദൈവത്തിന്റെ നിയമങ്ങളെ മനുഷ്യൻ ലംഘിച്ചത് നിമിത്തം, ദൈവത്തിന്റെ നീതിയുള്ള ചട്ടങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നതും സൃഷ്ടികൾക്ക് അടിമകളായതും. ദൈവത്തിന്റെ ക്രോധത്തിനുൾപ്പെടെ, ദൈവത്തിന്റെ നീതിക്കുൾപ്പെടെ നമ്മൾ അടിമകളായി. എങ്കിൽ നമ്മുടെ വിമോചനത്തിന് എന്തായിരുന്നു ആവശ്യം? സ്തോത്രം. ദൈവത്തിന്റെ ആ വിധിയെ നിവർത്തിക്കുക, തൃപ്തിപ്പെടുത്തുക. സ്തോത്രം. ഞാൻ എൻ്റെ മക്കളോട്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു നിയമം ഉണ്ടാക്കി. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്നതുപോലെ വേണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വീടിന് പുറത്താക്കും. അവർ എൻ്റെ താല്പര്യവും ഞാൻ അവർക്ക് നിയമിച്ച ചട്ടവും ലംഘിച്ചു. ലംഘിച്ചപ്പോൾ ഞാൻ അപ്പനാണെങ്കിലും, ഞാൻ അവരെ സ്നേഹിക്കുന്നെങ്കിലും, എനിക്ക് അവരോട് വൈരാഗ്യമില്ലെങ്കിലും,
അവർ നശിക്കണമെന്ന ആഗ്രഹം എനിക്കില്ലെങ്കിലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുവാൻ ഞാൻ അവരോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവരെ വീടിന് പുറത്താക്കി. അല്ലെങ്കിൽ കുറ്റം ചെയ്ത അവരെ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ മറ്റൊരാളിന് ഇവരെ ആക്രമിക്കാനോ ഇവരെ കയ്യേറ്റം ചെയ്യാനോ ഒരുങ്ങി നിന്ന അവരുടെ അടുക്കലേക്ക് എൻ്റെ സംരക്ഷണത്തിൽ നിന്ന് അവരെ ഞാൻ പുറത്താക്കി. കാരണം ഞാൻ നിയമിച്ച ഒരു നിയമനമാണ്, എൻ്റെ ഒരു ചട്ടമാണ്. അവരെ ഇപ്പോൾ അടിമപ്പെടുത്തുന്ന, അവരെ പീഡിപ്പിക്കുന്ന പുറത്തുള്ള ഒരാൾക്ക് അവരെ എന്ത് വില കൊടുത്താലും അവരിൽ നിന്ന് അവർ സ്വതന്ത്രരാകുമോ? ഒരിക്കലും ഇല്ല. അവർക്ക് അവരിൽ നിന്ന് സ്വതന്ത്രരാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവർ എൻ്റെ സംരക്ഷിത മേഖലയിലേക്ക് മടങ്ങി വരിക. പക്ഷെ മടങ്ങി വരാൻ എന്താണ് തടസ്സം? ചട്ടം മാറ്റണം. ഞാൻ അവർക്ക് വേണ്ടി നിയമിച്ച ചട്ടമാണ്. ആ ചട്ടം നിയമം മാത്രമല്ലുള്ളത്, നിയമലംഘനത്തിനുള്ള പരിഹാരവും കൂടെ ഉൾപ്പെടുന്നതാണ് ചട്ടം. സ്തോത്രം. നിയമ ലംഘനത്തിനുള്ള പരിഹാരവും കൂടെ ഉൾപ്പെടുന്നതാണ് ചട്ടം. അങ്ങനെയെങ്കിൽ ബാഹ്യശക്തികളിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവർ എൻ്റെ അധികാരത്തിലേക്ക് മടങ്ങി വരണം. മടങ്ങി വരണമെങ്കിൽ നിയമലംഘനത്തിന് പരിഹാരമായി എൻ്റെ ചട്ടം എന്താണോ ആവശ്യപ്പെടുന്നത് അത് അവര് ചെയ്ത് എന്നെ തൃപ്തിപ്പെടുത്തണം. അത് ചിലപ്പോൾ തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു ക്ഷമാപണം മാത്രം മതിയാവും. ഒരു ക്ഷമാപണം. ഇനി നമ്മുടെ വീടിന് പുറത്തൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഒരു പണിഷ്മെന്റ്, ഒരു പെനാൽറ്റി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആ പെനാൽറ്റി അവർ ചെയ്യുന്നത്, ആ ഒരു കടം അവർ വീട്ടുന്നത് പുറത്ത് അവരെ അടിമകളാക്കിയവർക്കല്ല കൊടുക്കുന്നത്, പകരം അവരെ പുറത്താക്കിയ അപ്പന കൊടുക്കുന്നത്. അല്ല, അന്നേരം അവർക്കത് തന്നെ, പക്ഷേ അവർക്കത് തന്നെ ചെയ്തു തരാൻ നിവൃത്തി ഇല്ലെങ്കിൽ എന്ത് കൊടുക്കും? അവിടെ അതില്ലയോ ഇവിടെ നമുക്ക് സംഭവിച്ചേക്കുന്നത്? അതിലേക്ക് വരിക. അവർക്ക് സ്വയമായി എന്നോട് അടുക്കാൻ സാധിക്കത്തില്ലെങ്കിൽ അതിന് ഞാൻ ചില മാധ്യമങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. എന്നേക്കുമായി അവരെ കളയുന്നില്ല. ഈവൻ നമ്മുടെ കോടതികളിൽ പോലും എത്ര വലിയ കുറ്റവാളിക്കും ന്യായാധിപനെ സമീപിക്കാം. അതിനൊരു വക്കീലുണ്ട്. ഇവിടെ ദൈവത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട, ദൈവത്തോട് ചട്ടങ്ങൾ നിമിത്തം അടുക്കാൻ കഴിയാതെ നിൽക്കുന്ന മനുഷ്യന് വേണ്ടി അത് ചെയ്യുവാനായിട്ടാണ് യേശു മനുഷ്യനായി ജഡമെടുത്ത് ഭൂമിയിൽ വന്നത്. യേശു ക്രൂശിൽ നിവർത്തിച്ചത് അത്രയുള്ളൂ. നമുക്ക് പകരം നാം ചെയ്യേണ്ടിയിരുന്നത്, നാം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയത് നമുക്ക് വേണ്ടി അവൻ ചെയ്ത് ദൈവത്തിന്റെ നീതിയെ നിവർത്തിച്ചു.
ദൈവത്തിന്റെ ചട്ടം ആവശ്യപ്പെട്ടത് ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്തു തീർത്തു, അല്ലെങ്കിൽ ഒടുക്കി തീർത്തു. അതിനകത്ത് അതിലെ ഒരു ചെറിയ ബിന്ദു പോലും ദൈവത്തിനല്ലാതെ വേറെ ആർക്കും നൽകപ്പെടുന്നില്ല. പിശാചിന്റെ യാതൊരു പേരും അഡ്രസ്സും അവിടെ എങ്ങുമില്ല. സ്തോത്രം. അങ്ങനെ ആ പാപത്തിന് പരിഹാരം വരുത്തി ദൈവത്തിന്റെ നീതിയുള്ള വിധിയെ നിവർത്തിച്ചത് നിമിത്തമാണ് എബ്രായർ 2:14-15 നമ്മൾ കാണുന്നത് പോലെ സ്വന്തം മരണത്താൽ യേശു മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കിയത്. സ്തോത്രം. അങ്ങനെയാണ് ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത്, വെള്ളി, പൊന്ന് മുതലായ വില മാറി മാറി വരുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. പിന്നെ യേശു എന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ, ആ രക്തത്തിന്റെയും കുഞ്ഞാടിന്റെയും വിശേഷതയും അവിടെ പറയുന്നുണ്ട്. എന്താണ്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഹല്ലേലൂയ. കുഞ്ഞാട്, ക്രിസ്തു എന്ന 2 പേരുകൾ അവിടെ ഉണ്ട്. ആ രക്തത്തിന്റെ 3 വിശേഷതകൾ: നിഷ്കളങ്കമാണ്, പിന്നെ നിർദോഷമാണ്, 3 വിലയേറിയതാണ്. സ്തോത്രം. ആ രക്തം നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയായി അർപ്പിക്കപ്പെട്ടത് ദൈവത്തിന്റെ വിധിക്ക് അനുസരിച്ചാണ്. അതുകൊണ്ട് നാം ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും പിശാചിന് നമ്മുടെ മേലുണ്ടായിരുന്ന അവകാശത്തിൽ നിന്നും പാപത്തിൽ നിന്നും ജഡത്തിൽ നിന്നും ലോകത്തിൽ നിന്നും വിമോചിതരാവുന്നു. ഇനിയും ഇവകൾക്കൊന്നിനും നമ്മുടെ മേൽ ന്യായമായ അവകാശങ്ങളില്ല. No more legitimate or legal right upon us, for even God's wrath, even God's righteousness, including the devil, flesh, sin, and the world. ഇവയ്ക്കൊന്നിനും നമ്മുടെ മേൽ ഇനിയും ന്യായമായ യാതൊരു അവകാശവുമില്ല. യേശുവിന്റെ രക്തം ഇവയിൽ നിന്നെല്ലാം നമ്മെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തു. സ്തോത്രം. ഇത്രയും വ്യക്തമായോ? പ്രൈസ് ഗാഡ്. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം മുൻപോട്ട് പോയതുകൊണ്ട് ഇന്നിവിടെ നിർത്തിക്കോട്ടെ. ഇതിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, കർത്താവ് ഒന്നില്ലെങ്കിൽ നാളെ നമുക്ക് കൈകാര്യം ചെയ്യാം. വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ 7:30 അതോടൊന്ന് പറഞ്ഞു. അതെ.